അല്ല, ഇതെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനോട് കമൻറ്റ് ചെയ്യുന്നതിൽ തന്നെ ഒരു ലജ്ജ തോന്നുന്നുണ്ട് സത്യത്തിൽ. കാരണം വെച്ചാൽ നമ്മൾക്ക് ഒന്ന് ആലോചിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലവരൊക്കെ പറയാം, ഈ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള സീറ്റുകൾ റിസർവ്ഡ്, സ്ത്രീകൾക്ക് അവിടെ ഉണ്ടല്ലോ, അവരെന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്ന മണ്ടത്തരമില്ലേ? ആ ഒരു തരം നിലവാരമില്ലായിരുന്നില്ല. സ്ത്രീകൾ ജനറൽ സീറ്റിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അവരെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അവർക്ക് സംവരണ അവർ റിസർവേഷൻ സീറ്റുണ്ട്. ആ ചോദിക്കുന്നതിൻ്റെ വേറൊരു യുക്തിയാണ് ഈ സാധനം. എന്താണ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ സ്റ്റാറ്റസ് എന്താണ്, നമ്മൾ എങ്ങനെയാണ് അവരെ കാണേണ്ടത്, അവർക്ക് അവകാശപ്പെടുന്ന അവരുടെ തുറസ്സുകളും സ്വാതന്ത്ര്യവും അതൊക്കെ എന്ന് വെച്ചാൽ അവരുടേത് തന്നെയാണ്. അല്ലാതെ ആരും സൗജന്യമായിട്ട് ഇവിടുന്ന് ആർക്കും ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല എന്ന നിലയിൽ സ്ത്രീയെ കാണാൻ കഴിയാത്തതിൻ്റെ അവർ ഈ സമൂഹത്തിലെ പൂർണ്ണമായ വ്യക്തിത്വമുള്ള ഒരാളാണ്. പുരുഷൻ അവകാശപ്പെടുന്ന പോലെ പുരുഷൻ്റെ ഒരു നിഴലോ പുരുഷൻ്റെ ഒരു ഉപജീവിയോ ഒന്നും അല്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതായിക്കോളും, മനസ്സിലായിക്കോളും. പക്ഷേ അതിനുള്ള എന്താ പറയുക, സാമാന്യമായ ബുദ്ധി ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ.